എല്ലാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സമയത്തും നമ്മുടെ കേരളത്തിൽ വലിയ ആവേശമുണ്ടാകാറുണ്ട്. ഇന്ത്യ വേൾഡ് കപ്പിൽ ഇടം നേടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നത് മറ്റുള്ള രാജ്യങ്ങളെയാണ്. അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ടീമുകളെ അവർ ലോകകപ്പിൽ പിന്തുണയ്ക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി പാതയോരങ്ങളിലും കവലകളിലുമൊക്കെ ആകാശമുട്ടെ വലിയ ഫ്ലക്സുകളും അവർ ആവേശത്തോടു കൂടി വയ്ക്കാറുണ്ട്. അതിനുവേണ്ടി പരസ്പരം മത്സരിച്ച് അതൊക്കെ ആസ്വദിച്ച് അവർ ആഘോഷിക്കാറുണ്ട്. ഫുട്ബോൾ എന്നത് കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അത് വെറുമൊരു കളി മാത്രമല്ല, അവരെ സംബന്ധിച്ച് അതൊരു വികാരമാണ്. എന്നാൽ ഈ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശത്തിനിടയിലും നമ്മുടെ നാട്ടിലെ ചില ദേശസ്നേഹികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കൂട്ടർ, അവർ ആരൊക്കെയാണ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ കൂട്ടരിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് ചെറുപ്പക്കാർ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഫ്ലെക്സ് വെച്ചതാണ് അത്തരം ആളുകൾക്ക് ഇപ്പോൾ പ്രശ്നം. ആ ഫ്ലെക്സ് കണ്ട ഉടനെ ഇവിടെ ചിലർക്ക് പെട്ടെന്ന് ദേശസ്നേഹം മൂത്ത് ആ ഫ്ലെക്സ് വെച്ച് ചെറുപ്പക്കാരെ തീവ്രവാദികളെന്നും ജിഹാദികളെന്നും വിളിച്ച് ആക്ഷേപിക്കാൻ ചില വർഗീയ കോമാളികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ സംസാരിക്കുന്നത് ഇറാൻ്റെ ഫ്ലെക്സ് വെച്ചതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള വിഷം ചീറ്റലുമായി സംഘികളും ക്രിസംഘികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയതുള്ള അലി ഖമേനിയുടെ ഫ്ലക്സുകൾ സ്ഥാപിച്ച സമയമൊക്കെ ഇത്തരത്തിൽ പല വിധത്തിലുള്ള വർഗീയതയുമായി ഇത്തരം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ഫ്ലക്സ് വെച്ചാൽ അത് വർഗീയത, അത് തീവ്രവാദം. എന്നാൽ ഈ ലോകകപ്പിൻ്റെ ഭാഗമായി തെരുവുകളിൽ ലോകകപ്പിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളുടെയും പതാക വെച്ച കൂട്ടത്തിൽ അമേരിക്കയുടെ പതാക വെച്ചപ്പോൾ ഇവന്മാർക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. നിങ്ങൾക്കറിയാം, 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത്. ആ ഇന്ത്യൻ നാവികരുടെ കൊലയ്ക്ക് കാരണക്കാരായ ആ രാജ്യത്തിൻ്റെ പതാക ഇവിടെ ലോകകപ്പിൻ്റെ ഭാഗമായി വെക്കുന്നതിൽ ഇവന്മാർക്ക് ഒരു പ്രശ്നവുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. ഞങ്ങളുടെ ഇന്ത്യൻ നാവികരെ കൊലപ്പെടുത്തിയ അമേരിക്കയുടെ പതാകയൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആ പതാക കീറിക്കളയുന്ന കേരളത്തിൽ നടന്ന ഒരു വാർത്തയായിരുന്നു അത്. അവരാണ് യഥാർത്ഥ ദേശസ്നേഹികളെന്ന് പറയുന്നത്. നോക്കൂ, എന്തൊരു ഇരട്ടത്താപ്പാണിത്. ലോകകപ്പിൻ്റെ ഭാഗമായി എത്രയോ രാജ്യങ്ങളുടെ ഫ്ലക്സുകൾ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. അത് അവരുടെ താല്പര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ആ ഫ്ലക്സ് വെച്ച ഉടനെ അവർ തീവ്രവാദികളും ജിഹാദികളുമായി മാറുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നിസ്സാര പൈസയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രഹസ്യവിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്ത അതിൽ BJP നേതാക്കളടക്കം എത്രയോ സംഖ്യകളെ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നെ പിടികൂടുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്നും ഇവന്മാർക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല. നോക്കൊരു വ്യക്തിക്ക് ഒരു രാജ്യത്തിനെ ഇഷ്ടപ്പെടാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും, അതേപോലെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയുമൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ ഇറാൻ്റെ ഫ്ലക്സ് വെച്ചതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? ഈ നാടിൻ്റെ സൗഹാർദ്ദം തകർക്കാൻ നടക്കുന്ന ചില വർഗീയവാദികൾക്ക് ഇതിൽ തീവ്രവാദം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇറാൻ്റെ കൊടികണ്ടയുടനെ കുരുപൊട്ടിയ ഇവിടുത്തെ ചില സൈബർ വിദ്വേഷികൾ ആ ചെറുപ്പക്കാരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്ന സമയത്താണ് ഇതുപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ ഫ്ലക്സ് വെക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നത് എങ്കിൽ പിന്നെയും പറഞ്ഞു വയ്ക്കാം. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇറാൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് തന്നെയാണ് ഇത്തരം വർഗീയവാദികൾ ആ ഫ്ലക്സ് വെച്ച് ചെറുപ്പക്കാരെ തീവ്രവാദികളെന്നും ജിഹാദികളും എന്നൊക്കെ വിളിക്കുന്നത്. എത്ര അപകടകരമായ വർഗീയ ചിന്താഗതിയാണിത്. ശരി, നമുക്ക് ഇവരുടെ ഈ ദേശസ്നേഹ ലോജിക്കിലേക്ക് തന്നെ വരാം. ഇറാൻ്റെ കൊടി വെച്ചാൽ അവരെ തീവ്രവാദികളെന്നും ജിഹാദികളെന്നും പറയുന്ന ഈ വിദ്വേഷ പ്രചാരകർ ഇതേ കവലകളിൽ 3 ഇന്ത്യൻ നാവികരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ അമേരിക്കയുടെ കൊടിവെച്ച സമയത്ത് നിങ്ങളുടെ ഈ ദേശസ്നേഹമൊക്കെ എങ്ങോട്ട് പോയി? ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിഞ്ഞു കയറി അങ്ങ് ലോകകപ്പിലേക്ക് കയറി വന്ന ഒരു രാജ്യമോ ഒരു ടീമോ ഒന്നുമല്ല. നേരെ മറിച്ച് മികച്ച രീതിയിൽ കളിച്ച് കഷ്ടപ്പെട്ട് യോഗ്യത നേടി ലോകകപ്പിൽ കളിക്കാനെത്തിയവരാണവർ. ഇറാൻ തങ്ങളുടെ ടീമിന് നൽകിയ പേരെന്താണെന്നറിയാമോ? മിനാബ് 168 എന്നായിരുന്നു. അത് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടി പറയാം. അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തിയ ആക്രമണത്തിൽ മിനാബിലെ ഒരു സ്കൂളിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ 168ഓളം വരുന്ന പിഞ്ചു കുട്ടികൾ അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ തങ്ങളുടെ ടീമിന് മിനാബ് 168 നൽകിയത്. ഇറാൻ്റെ ഫ്ലക്സ് വെച്ച് ചെറുപ്പക്കാർ ആ ടീമിനെ പിന്തുണയ്ക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ, ഉദാഹരണത്തിന് അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ പോലെയുള്ള ടീമിലെ ഏതെങ്കിലും മികച്ച കളിക്കാരെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെച്ചതല്ല. നേരെ മറിച്ച് അതൊരു രാഷ്ട്രീയമായ പിന്തുണയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കളിയിൽ രാഷ്ട്രീയം കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നവരോടാണ്
ഫിഫയും ആഗോള ഫുട്ബോളും രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും മാറി നിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി ഫുട്ബോളിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നും മൈതാനങ്ങളിൽ രാഷ്ട്രീയ പ്രസ്താവനകളോ ചിഹ്നങ്ങളോ പാടില്ലെന്നും ഫിഫയുടെ നിയമങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഫുട്ബോൾ ചരിത്രത്തിലുടനീളം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. പല അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഫിഫ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുകയോ വിലക്കുകൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ ദേശീയ ടീമിനെ ഫിഫ മത്സരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിലക്കിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഒരു കാലത്ത് വർണ്ണവിവേചന ഭരണകൂടത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയെ ഫിഫ ദീർഘകാലം മാറ്റി നിർത്തിയിരുന്നു. 1994 ബാൽക്കൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ യുഗോസ്ലാവിയയെ ഫിഫ സസ്പെൻഡ് ചെയ്തിരുന്നു. ഫുട്ബോളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ഫിഫ പുറമേക്ക് പറയാറുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഘടന എന്ന നിലയിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് ഫിഫ പലപ്പോഴായി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫുട്ബോളും രാഷ്ട്രീയവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിഫയ്ക്ക് രാഷ്ട്രീയമായി അവരുടെ നിലപാടുകൾ സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ആ രാഷ്ട്രീയമായ പിന്തുണയുടെ ഭാഗമായി കേരളത്തിൽ ഇറാൻ്റെ ഫ്ലക്സ് വെച്ചുകൂടാ? നോക്കൂ, ഇന്ത്യയുമായി കാലങ്ങളായി നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന, ഇന്ത്യക്ക് എണ്ണയും മറ്റും വ്യാപാര സൗകര്യങ്ങളും നൽകുന്ന, പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായോ നിഷ്പക്ഷമായോ നിലകൊണ്ട രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ സംഘികളും കൃസംഘികളും വിഷം ചീറ്റുകയാണ്. വോട്ട് ബാങ്കിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. ഇവന്മാർ ദേശസ്നേഹം കൊണ്ടൊന്നുമല്ല ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരോധം ജനങ്ങളിൽ കുത്തിവെക്കുക എന്നുള്ളത് മാത്രമാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ ഫ്ലക്സ് വെച്ചാൽ അപ്പോൾ വർഗീയതയുമായി രംഗത്ത് വരും. അത് ചെയ്ത ചെറുപ്പക്കാരെ ജിഹാദികളെന്നും തീവ്രവാദികളെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കും. ഞാൻ ചോദിക്കട്ടെ, നാളെ ഖത്തറിൻ്റെയോ അല്ലെങ്കിൽ UAEയുടെയോ ഫ്ലക്സ് വെച്ചാൽ നിങ്ങൾ അവരെയും തീവ്രവാദികളെന്ന് വിളിക്കുമോ? ഇതേ ഖത്തറിലും UAEയിലും ജോലി ചെയ്ത് ശമ്പളം വാങ്ങി നാട്ടിലേക്ക് അയക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ പണം കൊണ്ടുകൂടിയാണ് നമ്മുടെ കേരളം ജീവിക്കുന്നത് എന്ന് ഈ വർഗീയവാദികൾ മറക്കരുത്. അവിടെ പോയി ജോലി ചെയ്യാനും അവിടുത്തെ പണം വാങ്ങാനും ഇവന്മാർക്ക് യാതൊരുവിധ മടിയുമില്ല. പക്ഷേ നാട്ടിൽ ഒരു കളിയുടെ ഭാഗമായി ആ രാജ്യങ്ങളുടെ ഫ്ലക്സ് വെച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൊള്ളുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് വെറുതെ ഉണ്ടാകുന്നതല്ല. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന കേരളീയർക്കിടയിൽ സംശയത്തിൻ്റെ വിത്തുപാകാനും വേണ്ടി ചില ആളുകൾ ബോധപൂർവം നടത്തുന്ന മെനയുന്ന അജണ്ടകൾ മാത്രമാണിതൊക്കെ. ഒരു ഫ്ലക്സിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ തീവ്രവാദികളായിക്കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: നിങ്ങളുടെ ഈ വിദ്വേഷ രാഷ്ട്രീയം കയ്യിൽ വെച്ചേക്കുക. ഇവിടെ മറ്റുള്ള രാജ്യങ്ങളുടെ ഫ്ലക്സുകൾ വെക്കാമെങ്കിൽ കാലാകാലങ്ങളായി ഇന്ത്യയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന, ലോകം കണ്ട അക്രമകാരികളായ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് ചുട്ട മറുപടി നൽകുന്ന ആ ഇറാൻ്റെ ഫ്ലക്സും ഇവിടുത്തെ ചെറുപ്പക്കാർ സ്ഥാപിക്കുക തന്നെ ചെയ്യും.